കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ അതിപുരാതനമായ തളി മഹാദേവ ക്ഷേത്രമാണിത്. പാർവതീ സമേതനായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തുല്യ പ്രാധാന്യത്തോടെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നുണ്ട്. രണ്ടുപേർക്കും സ്വന്തമായി കൊടിമരമുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രം വാസ്തുവിദ്യാ ശൈലിക്കും ചുവർ ചിത്രങ്ങൾക്കും രേവതി പട്ടത്താനം എന്ന സാംസ്കാരിക ഉത്സവത്തിനും പേരുകേട്ടതാണ്. പ്രധാന മൂർത്തിയായ ശിവന് പുറമെ ഗണപതി, നരസിംഹമൂർത്തി, കൃഷ്ണൻ, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കുംഭമാസത്തിൽ ശിവരാത്രി, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശിവരാത്രി നാളിൽ ശിവക്ഷേത്രവും അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രവും രാത്രി അടയ്ക്കാറില്ല. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് ഇവിടെയുള്ള കിഴക്കേ ഗോപുരം. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ കിഴക്കേ ഗോപുരം. വടക്കുഭാഗത്താണ് അതിവിശാലമായ ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നത്. വളരെ വൃത്തിയായി ക്ഷേത്രകുളം പരിപാലിച്ചു പോരുന്നു. 2021 കുളം നവീകരിച്ചതിനൊപ്പം പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി ധാരാളം ചിത്രങ്ങൾ വരച്ചു വയ്ക്കുകയുണ്ടായി. സാമൂതിരിയുടെ ചരിത്രം കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇവയിലധികവും. കുളത്തിന്റെ എതിർവശത്തായി പ്രസിദ്ധമായ തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു.